വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദ തെർമോഡൈനാമിക് സൈക്കിൾ ഓഫ് എ ഡീസൽ എഞ്ചിൻ. അപ്പൊ നമുക്കറിയാം, നമ്മൾ IC എഞ്ചിൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സൈക്കിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. സൈക്കിൾസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു 4 സൈക്കിൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ ഡീസൽ സൈക്കിൾ പറയും. അതേപോലെ തന്നെ ഡുവൽ സൈക്കിൾ പഠിക്കുന്നുണ്ട്, അല്ലെ, റാങ്കിൻ സൈക്കിൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സൈക്കിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും എന്താണെന്നുള്ളത് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എന്താണ്, ഡീസൽ എഞ്ചിന് ആയിട്ടുള്ള തെർമോഡൈനാമിക് സൈക്കിൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ്. ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് പറയാം, അല്ലെ. അപ്പോൾ ഏതാണ് ഇതിൽ ഏതാണ് ആൻസർ, ഏതാണ് വരല്? കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ, അല്ലേ. എന്താണ് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് പറയാൻ കാരണം, ഞാൻ ഇവിടെ 2 സൈക്കിൾ എടുത്തിട്ടുണ്ട്. ഇത് ഓട്ടോ സൈക്കിൾ ആണ്, അതേപോലെ തന്നെ ഇത് ഡീസൽ സൈക്കിൾ ആണ്. 2 സൈക്കിളിന്റെയും PV ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്, അല്ലെ. ഈ ഓരോ സൈക്കിളിലും ഏതൊക്കെ പ്രോസസ് ആണ് ഉണ്ടായിരിക്കുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഓട്ടോ സൈക്കിളിന്റെ ഫസ്റ്റ് ഓട്ടോ സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ സൈക്കിളിൽ 2 അഡിയബാറ്റിക് പ്രോസസ്, അല്ലെ, 2 അഡിയബാറ്റിക് പ്രോസസ് ഇവിടെ കാണാൻ പറ്റും. അഡിയബാറ്റിക് കംപ്രഷനും കാണാൻ പറ്റും, അഡിയബാറ്റിക് എക്സ്പാൻഷനും ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ഇവിടെ കാണാൻ പറ്റും. ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് 2 to 3 ഉണ്ട്, അതേപോലെ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് 4 to 1 ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു പ്രോസസ് ആണ്, അതായത് 0 to 1 എന്ന് പറയുന്നത് ഈ 0 to 1 അവിടെ നിൽക്കട്ടെ. 1 to 2 എന്ന് പറയുന്നത് അഡിയബാറ്റിക് പ്രോസസ് ആണ്. 2 to 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ ആണ്. 3 to 4 എന്ന് പറയുന്നത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അതേപോലെ തന്നെ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ് 4 to 1 എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ നമുക്കിവിടെ ഓരോ സൈക്കിളുകളും ഓരോ പ്രോസസ്സ് നടക്കുന്ന സമയത്തും ആ പ്രോസസ്സിലെ ഓരോ സൈക്കിളുകളും ഏതാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു PV ഡയഗ്രാം നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓട്ടോ സൈക്കിളിൽ 2 അഡിയബാറ്റിക് പ്രോസസ്സും അതേപോലെ തന്നെ 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും ആണുള്ളത്. സോ ഓട്ടോ സൈക്കിളിനെ നമ്മൾ പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നാണ് പറയാറുള്ളത്, അല്ലെ. കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ആൻസറിലോട്ട് വരുന്ന സമയത്ത് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ, ഇപ്പൊ നമ്മുടെ ഡീസൽ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഡീസൽ സൈക്കിൾ വരുന്ന സമയത്ത് ഈ അഡിയബാറ്റിക് പ്രോസസ് അതേപോലെ തന്നെ നമുക്ക് വെക്കാം. അതിനുശേഷം ഇവിടെയുള്ള ഒരു കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ എന്നുള്ള ഭാഗം മാറിയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയിട്ട് മാറിയിട്ടുണ്ട്, അല്ലെ. അവിടെ ഹീറ്റ് അഡീഷൻ നടക്കുന്ന കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അതേപോലെ തന്നെ ഇവിടെ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷനുമാണ് നടക്കുന്നത്. സോ ഇവിടെ നമുക്ക് 2 അഡിയബാറ്റിക് പ്രോസസ്, അല്ലെ, 2 അഡിയബാറ്റിക് പ്രോസസ് ഉണ്ടായിരിക്കും. ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ഉണ്ട്, അല്ലെ, ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സും ഉണ്ട്. ഇതാണ് നമ്മളുടെ ഡീസൽ സൈക്കിളിൽ വരുന്നത്. ഇപ്പൊ ഈ ഒരു പ്രോസസ്സാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരു ഡീസൽ സൈക്കിളിന്റെ കേസിൽ വരുന്നത് ആണല്ലോ, 4. സോ ഇവിടെ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിലായതുകൊണ്ട് ഈ സൈക്കിളിനെ നോർമലി നമ്മൾ എന്താ പറയാറുള്ളത്, കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നുള്ളത് പറയുന്നത്, അല്ലെ. അപ്പൊ ഒരു ഡീസൽ എഞ്ചിനിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലായതുകൊണ്ട് തന്നെ പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ എന്തായിരിക്കുക, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് അഡീഷൻ വരിക. ഇവിടെ കോൺസ്റ്റന്റ് പ്രഷറിലായതുകൊണ്ട് ഈ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന തെർമോഡൈനാമിക് സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് പറയുന്നത്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആയിരിക്കും.